നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പൊതുവെ മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഷെയർ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളോ അല്ലെങ്കിൽ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളോ അല്ലെങ്കിൽ മിശ്രിതം എന്ന രീതിയിലാണ്. ഇതല്ലാതെ മറ്റൊരു അസറ്റ് ക്ലാസ്സും കൂടി ഇതിലുണ്ട്. അത് നമ്മൾ മൾട്ടി അസറ്റ് അലോക്കേറ്റ് എന്ന് പറയുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് തീർച്ചയായും വ്യത്യസ്ത അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് രണ്ടാമത്തെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഒരുപക്ഷെ അത് ഇക്വിറ്റിയും അല്ലെങ്കിൽ ഡെറ്റും ആവും. മൂന്നാമത്തത് ഒരു ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കമ്മോഡിറ്റി മാർക്കറ്റ് ആവും. അതായത് ഗോൾഡ് ആവാം, സിൽവർ ആവാം, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആയാലും അതിനോട് സംബന്ധിച്ച ഏത് കമ്മോഡിറ്റി മാർക്കറ്റിലെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊതുവെ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ എക്സ്പോഷർ വേണ്ട, കുറച്ച് റിസ്ക് കുറയണം, എന്നാൽ ഒരു മാന്യമായ ഗ്രോത്ത് വേണം എന്നുള്ളവർക്ക് ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഫണ്ടാണത് മൾട്ടി അസറ്റ് അലോക്കേറ്റഡ് ഫണ്ട്. സാധാരണഗതിയിൽ ഇതിൽ 80% വരെ നിർബന്ധമായി 80% അല്ല, സാഹചര്യം അനുസരിച്ച് 80% വരെ നമുക്ക് ഇത് ഇക്വിറ്റിയിൽ ഫണ്ട് മാനേജർക്ക് ഇത് അലോക്കേറ്റ് ചെയ്യാം. രണ്ടാമത് ഡെറ്റ് മാർക്കറ്റിൽ, അതായത് കടപ്പത്രം അതുപോലെ മറ്റുള്ള സ്ഥിരമായ ഗ്രോത്ത് തരുന്ന പദ്ധതികളിൽ ഒരു 10 to 25% വരെ ഡെറ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഗവൺമെന്റ് ബോണ്ട് പോലെയുള്ള. കമ്മോഡിറ്റിയിൽ ഫോർ എക്സാമ്പിൾ ഗോൾഡിലാണെങ്കിൽ 10 to 25% വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തരുന്ന ലാഭം ഇക്വിറ്റിയിലെ മാത്രമല്ല, ഇക്വിറ്റി പ്ലസ് ഡെറ്റ് മാർക്കറ്റ് പ്ലസ് ഗോൾഡ്, നമുക്ക് ചിരപരിചിതമായ നമ്മൾ തലമുറകളായി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ ഗ്രോത്തും കൂടി നമുക്ക് തരും. കസ്റ്റമറെ സംബന്ധിച്ചോളം ഇത് ഫണ്ട് മാനേജറെ സംബന്ധിച്ചോളം ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ഉള്ളതെങ്കിൽ അത് ഫണ്ട് മാനേജർക്ക് വേണമെങ്കിൽ 80% ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാം. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇക്വിറ്റിയിൽ മാർക്കറ്റിൽ നിന്ന് പൈസ പിൻവലിച്ച് അത് കൂടുതൽ കമ്മോഡിറ്റിയിലോ അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റിലോ നിക്ഷേപിക്കാം. തിരിച്ച് ഇക്വിറ്റി മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ ആയിരുന്ന സമയത്ത് അതിന്റെ ഫണ്ട് വേണമെങ്കിൽ ഇക്വിറ്റിയിലേക്ക് മാറ്റാം. ഈ രീതിയിൽ തരുന്ന ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അതായത് ഗോൾഡിൽ നിക്ഷേപിക്കണം, മൊത്തം പൈസ ഇക്വിറ്റിയിൽ വേണ്ട എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ കുറച്ച് പൈസ സ്ഥിര വരുമാനം തന്നേക്കാവുന്ന ഡെറ്റ് മാർക്കറ്റിൽ ഗവൺമെന്റ് ബോണ്ടിൽ നിക്ഷേപിക്കുന്നവർ, ഈ മൂന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് മൾട്ടി അസറ്റ് അലോക്കേറ്റഡ് ഫണ്ട്. പല കമ്പനികളുടെയും ഏറ്റവും നല്ല പെർഫോമൻസ് ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി കോൺസ് മൾട്ടി അസറ്റ് അലോക്കേറ്റഡ്, നിപ്പോൺ, UTI, ICICI Prudential എന്നിവ ഇതിൽ എടുത്തു പറയാതൊക്കെയാണ്. നമുക്ക് ലാസ്റ്റ് 6 months, ഇപ്പൊ മാർക്കറ്റ് കുറഞ്ഞ അവസ്ഥ, ലാസ്റ്റ് 6 months 6 to 8% ഗ്രോത്ത് 6 മാസത്തിനുള്ളിൽ ഈ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 1 yearൽ 29 മുതൽ 46% വരെ ഈ ഫണ്ട് ഗ്രോത്ത് കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് 2 year നോക്കുകയാണെങ്കിൽ 23 to 25% വലിയ ഗ്രോത്ത് ആണ്. 25% ഈ മൾട്ടി അസറ്റ് അലോക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3 year നോക്കുകയാണെങ്കിൽ 14 മുതൽ 21% വരെ ആവറേജ് ഗ്രോത്ത് മൾട്ടി അസറ്റ് അലോക്കേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗോൾഡിൽ നമുക്ക് ലാസ്റ്റ് ഈ അടുത്ത വാർത്തകൾ ഗോൾഡിലാണ് കൂടുതൽ ലാഭം വർധനവുണ്ടായത്. ആ ഗുണം നമുക്ക് കിട്ടുന്നു. ഇക്വിറ്റി മാർക്കറ്റിലാണ് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ഗുണവും നമുക്ക് കിട്ടുന്നു. വ്യത്യസ്ത മേഖലയിൽ, അതായത് ഒരാൾ 3 ബിസിനസ് തുടങ്ങി, 3ന്റെയും കൂടെ ബിസിനസ് ആവറേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അധികം റിസ്ക് ഇല്ലാതെ, എന്നാൽ നമുക്ക് ലാസ്റ്റ് 3 yearൽ 14-21 അല്ലെങ്കിൽ ലാസ്റ്റ് 1 year 22-46% വലിയ ഗ്രോത്ത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കിട്ടാൻ ചെയ്യാൻ ഫണ്ട് നമുക്ക് ഡയറക്റ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഫണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ ഫണ്ടുകളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരു അപ്ഡേഷനായിട്ട് ഫണ്ട് എടുക്കാം. ഇതിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീർച്ചയായും എന്നെ ബന്ധപ്പെടാം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഭാവിയിലുള്ള നല്ല രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇത്രയും കണ്ടതിന് താങ്ക് യു വെരി മച്ച്.